സ്റ്റുഡൻസ്, വെൽക്കം ടു ഈ സ്റ്റഡി. യൂണിറ്റ് 5 ദ ലൈറ്റർ സൈഡ് എന്നുള്ള യൂണിറ്റിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ +2 ഇംഗ്ലീഷിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതേപോലെ ഈ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ ലൈറ്റർ സൈഡ് എന്നുള്ള യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. യൂണിറ്റ് 5 ദ ലൈറ്റർ സൈഡ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഒരു സ്റ്റോറിയാണ് കേട്ടോ. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, R.K. നാരായൺ. ക്രൈം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുറ്റം, ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശിക്ഷ. കുറ്റവും ശിക്ഷയും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് R.K. നാരായണൻ്റെ ഒരു പ്രൊഫൈൽ നോക്കാം. R.K. നാരായൺ 1906 to 2001 is one of the widely read Indian writers in English. അപ്പോൾ R.K. നാരായൺ 1906 ജനിച്ചിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന റൈറ്റേഴ്സിൽ വൈഡായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ R.K. നാരായൺ. He was born in Chennai and educated at Mysore. ചെന്നൈയിൽ ജനിക്കുകയും മൈസൂരിൽ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. His novels and stories are set in an imaginary South Indian town, Malgudi. അപ്പോൾ ഇയാളുടെ നോവൽസിൻ്റെ അതേപോലെ കഥകളുടെ ഒക്കെ പ്ലേസ് എപ്പോഴും വരിക സൗത്ത് ഇന്ത്യയിലെ ഒരു ടൗൺ ആയിട്ടുള്ള മാൽഗുഡി എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ടൗൺ ആണ് കേട്ടോ. ശരിക്കും റിയൽ ആയിട്ടുള്ളതല്ല, അയാളുടെ ഇമാജിനറി വരുന്ന ഒരു ടൗൺ ആണ്. ഹിസ് സ്റ്റോറീസ് ആർ നോട്ടഡ് ഫോർ ദിയർ അയർണി, സബ്റ്റൽ ഹ്യൂമർ, റൊമാൻസ്, എനർജി ഓഫ് ലൈഫ് ആൻഡ് ഫ്രഷ്നെസ് ഓഫ് തീം ഫ്രം എവ്രിഡേ ലൈഫ്. അപ്പോൾ ഇയാളുടെ കഥകളൊക്കെ എപ്പോഴും അയേണി ഉണ്ടാവും. അയേണി എന്ന് പറഞ്ഞാൽ വിപരീത അർത്ഥപ്രയോഗം, അതായത് വാക്കൊന്നും മീൻസ് അതിൻ്റെ അർത്ഥം വേറൊന്നും ആയിരിക്കും. സബ്റ്റൈൽ ഹ്യൂമർ, നല്ല തമാശകൾ ഉണ്ടാവും. റൊമാൻസ് ഉണ്ടാവും. പിന്നെ ലൈഫിനൊരു എനർജി ഉള്ളൊരു ലൈഫായിരിക്കും അയാളുടെ സ്റ്റോറിയിൽ ഉണ്ടാവുക. അതേപോലെ തീമിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ എവ്രി ഡേ ലൈഫിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അയാളുടെ സ്റ്റോറി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹി റൈറ്റ്സ് വിത്ത് എക്സ്ട്രീം സിംപ്ലിസിറ്റി അബൌട്ട് ദി ലൈവ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി ആവറേജ് മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് ഇന്ത്യൻസ്. അപ്പോൾ ഇയാളുടെ എഴുത്തിലൊക്കെ അധികവും ഈ മിഡിൽ ക്ലാസ്സും അതേപോലെ ലോവർ ക്ലാസ്സും ആയിട്ടുള്ള ഇന്ത്യൻസിൻ്റെ ജീവിതങ്ങളും അവരുടെ ആസ്പിറേഷൻസും ആണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ ആസ്പിറേഷൻ എന്നുള്ള വേർഡ് മീനിങ് ആഗ്രഹം, അഭിലാഷം എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെ മിഡിൽ ക്ലാസ് അതേപോലെ ലോവർ ക്ലാസ് പീപ്പിൾസിൻ്റെ ലൈഫ് റിലേറ്റഡ് സ്റ്റോറീസ് ആണ് ഇയാളുടെ റൈറ്റിംഗ്സിൽ വരാറ്. എ ഹോഴ്സ് ആൻഡ് ദി 2 ഗോഡ്സ്, മാൽഗുഡി ഡേയ്സ് ആൻഡ് അണ്ടർ ദ ബനിയൻ ട്രീ ആർ കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആൾമോസ്റ്റ് ആസ് വെൽ നോൺ ആസ് ഹിസ് നോവൽസ്, എസ്സേ ആൻഡ് മെമോർസ്. അപ്പോൾ ഇയാളുടെ അറിയപ്പെടുന്ന ഇതാണ് എ ഹോഴ്സ് ആൻഡ് 2 ഗോഡ്സ്, മാൽഗുഡി ഡേയ്സ്, അണ്ടർ ദ ബനിയൻ ട്രീ. ഇതൊക്കെ അറിയപ്പെടുന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ്. അതിൻ്റെ കൂടെ നോവൽസ് ഉണ്ട്, എസ്സേസ് ഉണ്ട്, മെമോസ് ഉണ്ട്. മെമോസ് എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പ് കേട്ടോ, അതിനാണ് മെമോ എന്ന് പറയുന്നത്. ദ ഹ്യൂമർ ആൻഡ് സർക്കാസം ഇൻ ദി സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെന്റ് ലൈസ് ഇൻ ദി ക്രൈം ദാറ്റ് ദ ടീച്ചർ കമ്മിറ്റഡ്, ഹിറ്റിംഗ് ദി ബോയ് ഓൺ ഹിസ് ചീക്ക്, ആൻഡ് ദ പണിഷ്മെന്റ് ഡാൻസിങ് ടു ദി ബോയ്സ് ട്യൂൺ ടു അവോയ്ഡ് ദി പാരൻസ് റാത്ത്. അപ്പോൾ എന്താ പറയുന്നത്, ഈ സ്റ്റോറിയിലുള്ള ഹ്യൂമർ ആൻഡ് സർക്കാസം എന്ന് വെച്ചാൽ പരിഹാസം എന്നാണ് കേട്ടോ. ഹ്യൂമർ തമാശകൾ. ഈ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്നുള്ള സ്റ്റോറിയിലുള്ള തമാശകളും സർക്കാസും ഒക്കെ ഒരു ടീച്ചർ ചെയ്ത ഒരു ക്രൈമിൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷയാണ് അയാൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ടീച്ചർ കുറേ കാരണങ്ങളാൽ ഒരു കുട്ടീനെ അടിക്കേണ്ടി വരുന്നു. അത് മുഖത്തായി പോകുന്നു, ചീക്കിലായി പോകുന്നു. അതിന് അയാൾക്ക് പണിഷ്മെൻ്റ് ആയിട്ട് കുട്ടീൻ്റെ താളത്തിനൊത്ത് തുള്ളേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ആ ടീച്ചർക്ക്. കാരണം ഈ കുട്ടി പാരൻസിനോട് ചെന്ന് പറയാതിരിക്കാനും പാരൻസിൻ്റെ വ്രാത്ത് എന്ന് വെച്ചാൽ കോപം ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീൻ്റെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുന്നൊരു ടീച്ചറുടെ ഇതാണ് കേട്ടോ ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. Read and reflect. Adjustment and reconciliation are lubricant which helps life run smooth. അഡ്ജസ്റ്റ്മെൻറ്റും അതേപോലെ റീകോൺസിലേഷൻ എന്ന വേർഡിൻ്റെ മീനിങ് പൊരുത്തപ്പെടൽ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനുള്ള ഒരു ലൂബ്രിക്കൻറ്റ്, ഓയിലാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ പൊരുത്തപ്പെടലും ഒക്കെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്.
To establish a rapport with others, we should respect the feelings of others and be ready to sacrifice certain personal interest. റാപ്പോർട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ. ചില ബന്ധങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സാക്രിഫൈസ് എന്നുള്ള വേർഡിൻ്റെ ത്യാഗം, ത്യാഗം ചെയ്യേണ്ടി വരും. കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. At times we may be laughed at, but still we can attempt to change the way of the world. Now read on. ചിലപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസപ്പെടേണ്ടി വരാം, പക്ഷേ നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തണം. വേൾഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു അറ്റംപ്റ്റ് നടത്തണം, ആളുകളെയും ലോകത്തിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമ്മൾ വായിക്കാനാണ് പറയുന്നത്. ക്രൈം ആൻഡ് പണിഷ്മെന്റ്, R.K. നാരായൺ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. വാട്ട് ഈസ് 16 and 3 multiplied? ആസ്ക്ഡ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് 16ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്? ദ ബോയ് ബ്ലിങ്ക്ഡ്. ബ്ലിങ്ക്ഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ണിറുക്കൂലേ, അതിനാണ് ബ്ലിങ്ക് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ടീച്ചർ പെർസിസ്റ്റഡ് ആൻഡ് ദ ബോയ് പ്രോംപ്റ്റ്ലി ആൻസേർഡ്. അപ്പോൾ ടീച്ചർ ഒന്നും കൂടി കഠിനമായിട്ട് ഒന്നും കൂടി ചോദിച്ചു. പെർസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ശ്രമം നടത്തൂലേ, ആ ചോദ്യം ഒന്ന് നിർബന്ധിച്ച് ചോദിക്കുക ഒക്കെ, ഒന്നും കൂടി ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. ആൻഡ് ദ ബോയ് പ്രോംപ്റ്റ്ലി ആൻസേർഡ്. പ്രോംപ്റ്റ്ലി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പെട്ടെന്ന്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആൻസർ ചെയ്തു. 24. With as it seemed to the teacher a wicked smile on his face. അപ്പോൾ ആ 24 എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് ഫീൽ ചെയ്യാണ് അവൻ്റെ മുഖത്തൊരു വിക്ഡ് എന്ന് വെച്ചാൽ ഒരു ദുഷിച്ച, ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ദുഷ്ടച്ചിരി അവൻ്റെ മുഖത്ത് ടീച്ചർക്ക് ഫീൽ ചെയ്തു. വിക്ഡ് എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ദ ബോയ് എവിഡൻ്റ്ലി വാസ് ട്രൈങ് ടു ഫൂൾ ഹിം ആൻഡ് വാസ് ബീയിങ് കോൺട്രാറി ഓൺ പർപ്പസ്. അപ്പോൾ ബോയ് അത് എവിഡൻ്റ്ലി ചെയ്തതാണ്. അപ്പോൾ ആ ബോയ് എവിഡൻ്റ്ലി ഫൂളാക്കാൻ നോക്കുകയാണ്, അതായത് തെറ്റുത്തരം പറഞ്ഞിട്ട് ടീച്ചറിനെ ഒരു പൊട്ടനാക്കാൻ നോക്കുകയാണ്. വാസ് ബീയിങ് കോൺട്രാറി ഓൺ പർപ്പസ്. കോൺട്രാറി ഓൺ പർപ്പസ്, കോൺട്രാറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിപരീതം എന്നാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ തെറ്റ് മനഃപൂർവ്വം അതിൻ്റെ തെറ്റായിട്ടുള്ള ഉത്തരം പറയാണ്, അതാണ് കോൺട്രാറി ഓൺ പർപ്പസ് എന്ന് പറയുന്നത്. മനഃപൂർവ്വം തെറ്റ് പറയാണ്. ഈ ഹാഡ് കറക്റ്റഡ് ദിസ് ഇറർ റിപ്പീറ്റഡ്ലി ആൻഡ് നൗ ദ ബോയ് പെർസിസ്റ്റഡ് ഇൻ സേയിങ് 24. ഇതിൻ്റെ തെറ്റ് കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാണ് ടീച്ചർ. ആൻഡ് നൗ ദ ബോയ് പെർസിസ്റ്റഡ് ഇൻ സേയിങ് 24. പിന്നെയും ആ ബോയ് തെറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. This fellow be made to obtain 50 in the class test and go up by double promotion to the first form as his parents fondly hoped. അപ്പോൾ ആ ടീച്ചർ ഓർക്കുകയാണ് കേട്ടോ, എങ്ങനെ ഈ കുട്ടീനെ 50 മാർക്കോട് കൂടി ക്ലാസ് ടെസ്റ്റിൽ ജയിപ്പിക്കും. ആൻഡ് ഗോ അപ്പ് ബൈ ഡബിൾ പ്രൊമോഷൻ ടു ദി ഫസ്റ്റ് ഫോം. ഗോ അപ്പ് ബൈ ഡബിൾ പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ ഇരുത്താതെ അടുത്ത ക്ലാസ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് കേട്ടോ ഡബിൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് തേർഡിലോട്ട് അങ്ങനെ ഒരു ക്ലാസ് ഇരുത്താതെ, കാരണം അവർക്ക് ഏജ് ഉണ്ടാവും ചിലപ്പോൾ, അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആസ് ഇസ് പാരൻസ് ഫൗണ്ട്ലി ഹോപ്ഡ്. ഫൗണ്ട്ലി എന്നുള്ള വാക്കിൻ്റെ മീനിങ് വരുന്നത് സ്നേഹപൂർവ്വം എന്നാണ് കേട്ടോ. ഫൗണ്ട്ലി മീൻസ് സ്നേഹപൂർവ്വം. അപ്പോൾ ഫൗണ്ട്ലി ഹോപ്ഡ് എന്ന് വെച്ചാൽ അവർ സ്നേഹപൂർവ്വം പ്രതീക്ഷിക്കുകയാണ് ഈ മോനെ ഡബിൾ പ്രൊമോഷൻ കൊടുത്തിട്ട് ടെസ്റ്റിൽ 50 മാർക്ക് മേടിച്ചിട്ട് ക്ലാസ് പ്രൊമോട്ട് ചെയ്തിരുത്താന്ന്. At the mention of 24, the teacher felt his blood rushed to his head. അപ്പോൾ ആ കുട്ടി 24 എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും 24 എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഫെൽറ്റ് ഹിസ് ബ്ലഡ് റഷ്ഡ് ടു ഹിസ് ഹെഡ്. അതായത് ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഹീ കൺട്രോൾഡ് ഹിംസെൽഫ്. ടീച്ചറെ കൺട്രോൾ ചെയ്ത് നിർത്താണ്. ആൻഡ് ആസ്ക്ഡ് അഗെയിൻ ഹൗ മച്ച്. വീണ്ടും ചോദിക്കാൻ അവനോട് എത്രയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണെന്നുള്ളത്. വീണ്ടും ചോദിക്കുകയാണ് 16 and 3 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണെന്നുള്ളത്. ആസ് എ ലാസ്റ്റ് ചാൻസ്, ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസും കൂടി കൊടുക്കണം ആ കുട്ടിക്ക്. The boy obstinately said the same. He felt as if his fingers were releasing the trigger. അപ്പോൾ obstinately എന്നുള്ള വേർഡിൻ്റെ മീനിങ് ശാഠ്യത്തോടെ അല്ലെങ്കിൽ ഒരു പിടിവാശിയോടെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പിടിവാശി പിടിച്ചിട്ട് ആ കുട്ടി വീണ്ടും ആ സെയിം ഉത്തരം തന്നെ പറയുകയാണ് കേട്ടോ. He felt as if his
ഫിംഗേഴ്സ് were releasing the trigger. അപ്പോൾ ഈ ടീച്ചർക്ക് ഒന്ന് പൊട്ടിക്കാൻ തോന്നുകയാണ് അവനെ, നല്ലൊന്ന് കൊടുക്കാൻ തോന്നുകയാണ്. ഓക്കെ, അയാളുടെ കൈയൊക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. He reached across the table and delivered a wholesome slap on the youngster's cheek. അപ്പോൾ ഈ ടേബിളിൻ്റെ അപ്പുറത്താണ് കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വലിഞ്ഞെത്തിയിട്ട് ഒരു സ്ലാപ്പ് കൊടുക്കുകയാണ്. അവൻ്റെ ചീക്കിനാണ് ആ സ്ലാപ്പ് കൊള്ളുന്നത് കേട്ടോ. ടീച്ചർ ഒരു അടി കൊടുക്കുകയാണ്. അത് അവൻ്റെ ആ അടി ഈ കുട്ടിയുടെ ചീക്കിനാണ് കിട്ടുന്നത് കേട്ടോ. The boy gazed at him for a moment and then burst into tears. അപ്പം എന്താണ്, ആ ബോയ് പെട്ടെന്ന്, ഗേസ്ഡ് എന്ന് വെച്ചാൽ ഒന്ന് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ നെട്ടിയിരിക്കൂലേ, ഒന്ന് പെട്ടെന്ന് ആ അടി വന്നപ്പോൾ ആ ഒരു ഇതിൻ്റെ ഷോക്കിൽ അവന് പെട്ടെന്ന് ഒന്ന് നെട്ടി, ഒരു മൂമെൻറ്റിൽ അവൻ നെട്ടിപ്പോയി. ആൻഡ് ദെൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ബേസ്റ്റ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിച്ചു എന്നാട്ടെ. അപ്പോൾ ഈ ഫുൾ മീനിങ് വരുന്ന ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് നെട്ടിയിട്ട് അവന് പൊട്ടിക്കരയാൻ തുടങ്ങി. ദ ടീച്ചർ നൗ regained his normal vision, felt appalled by his own action and begged frantically. അപ്പം എന്താ സംഭവിക്കണേ, ആ കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ ടീച്ചറുടെ നോർമൽ ഇത് കിട്ടി. അതായത് ആ ദേഷ്യത്തിൽ ചെയ്തതാണ്, ആ ദേഷ്യത്തിൽ നിന്ന് തിരിച്ചു വന്നു. റീഗെയിൻഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചു കിട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ ആ ദേഷ്യം കൺട്രോളിൽ കിട്ടി, നോർമൽ രീതിയിലോട്ട് എത്തി ടീച്ചർ. അതായത് ആ ദേഷ്യത്തിൽ ചെയ്യാൻ അടുക്കി ചെയ്തു. പിന്നെ ആ കുട്ടി കരഞ്ഞപ്പോൾ ഭയങ്കര ടീച്ചർക്ക് ഭയങ്കര നോർമൽ രീതിയിലെത്തി ടീച്ചർ. ഫെൽറ്റ് അപ്പാൾഡ് ബൈ ഹിസ് ഓൺ ആക്ഷൻ. അപ്പാൾഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരിഭ്രമിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് ഭയന്നു. ആ കുട്ടി കരഞ്ഞു, അയാൾ അടിക്കാൻ ടീച്ചർ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ ചീക്കിലോട്ട് അടിക്കുകയും ചെയ്തു, കുട്ടി കരയുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു. ആൻഡ് ബെഗ്ഡ് ഫ്രാൻറ്റിക്കലി എന്ന് വെച്ചാൽ, ഫ്രാൻറ്റിക്കലി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഭ്രാന്തമായി എന്നാണ്. അപ്പോൾ ബെഗ്ഡ് ഫ്രാൻറ്റിക്കലി എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ അയാൾ അപേക്ഷിക്കണം കുട്ടീനോട്. എന്താണ് പറയുന്നത്? ഡോണ്ട് ക്രൈ ലിറ്റിൽ ഫെല്ലോ, യു മസ്റ്റ് നോട്ട്, ഐ വിൽ ടെൽ ദം, സോബ്ഡ് ദ ബോയ്. അപ്പോൾ ടീച്ചർ പറയണം, നീ കരയരുത്, നീ കരച്ചിൽ നിർത്ത് എന്ന് പറയാണ്. അപ്പോൾ കുട്ടി പറയാണ്, ബോയ് പറയാണ്, ഐ വിൽ ടെൽ ദം, സോബ്ഡ് ദ ബോയ്. ഞാനിത് പറയും എന്ന് പറയണം. സോബ്ഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് ഈ തേങ്ങിക്കരയാവറിയില്, നമ്മൾ വിഷമം വന്നാൽ അതാണ് സോബ്ഡ്. അപ്പോൾ കരഞ്ഞു കേട്ടോ, ആ കുട്ടി നന്നായിട്ട് കരയാണ്. എന്നിട്ട് പറയാണ്, ഐ വിൽ ടെൽ ദം, ഞാൻ അവരോട് പറയും എന്ന് പറയണം കേട്ടോ ടീച്ചറിനോട്. ഹോ നോ അപ്പീൽ ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ പറയണം, പറയരുത്. അപ്പീൽഡ് ദ ടീച്ചർ. അപ്പീൽഡ് എന്ന് വെച്ചാൽ അപേക്ഷിക്കുകയാണ് ടീച്ചർ അപേക്ഷിക്കുകയാണ്, പറയരുതെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. ദെൻ ഹി ലുക്ക്ഡ് അബൌട്ട് കോഷ്യസ്ലി. അപ്പോൾ എന്താ പറയുന്നത്? ഹി ലുക്ക്ഡ് അറൗണ്ട് കോഷ്യസ്ലി. എല്ലാവരും ചുറ്റിയിട്ടൊന്ന് നോക്കി, ജാഗ്രതയോടൊന്ന് നോക്കി, ആരെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ രീതിയിലായിരിക്കാം. ഫോർച്യുനേറ്റ്ലി ദിസ് നഴ്സറി വാസ് അറ്റ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് ഫ്രം ദി മെയിൻ ബിൽഡിംഗ്. ഫോർച്യുനേറ്റ്ലി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമ്മൾ ഭാഗ്യവശാൽ എന്ന് പറയില്ലേ, ഭാഗ്യവശാൽ ഈ കുട്ടി പഠിക്കുന്ന നഴ്സറി മെയിൻ ബിൽഡിങ്ങിൻ്റെ അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണുള്ളത്. ഐ വിൽ ടെൽ മൈ മദർ, സെഡ് ദ ബോയ്. അപ്പോൾ ബോയ് വീണ്ടും പറയാണ്, ഞാൻ എൻ്റെ അമ്മനോട് പറയും. ഓക്കെ. His parents said once that the boy was a little angel, all dimples, smiles and sweetnesses, only wings lacking. അപ്പോൾ ടീച്ചർ ഓർക്കുകയാണ് അവരുടെ പാരൻസ് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഓർക്കുകയാണ്. എങ്ങനെയാണ്? ദ ബോയ് വാസ് എ ലിറ്റിൽ ഏഞ്ചൽ. ആ ബോയ് ഞങ്ങളുടെ ഒരു മാലാഖയാണ്. ആൾ ഡിംപിൾസ് എന്ന് വെച്ചാൽ നുണക്കുഴിക്കാണ് കേട്ടോ ഡിംപിൾസ് എന്ന് പറയുന്നത്. ആ ഡിംപിൾസും സ്മൈലും സ്വീറ്റ്നെസ്സും എല്ലാം ഏഞ്ചലിനെ പോലെയാണ് ആ കുട്ടി. ഓൺലി വിങ്സ് ലാക്കിങ്. വിങ്സ് മാത്രം, ഒരു ഏഞ്ചലിനുള്ള വിങ്സ് മാത്രമേ ആ കുട്ടിക്ക് ഇല്ലാത്തുള്ളൂ. ലാക്കിങ് എന്ന് വെച്ചാൽ ഇല്ലാത്തത് കേട്ടോ. He was their only child. They had abundant affection and ample money. അപ്പം എന്താ പറയുന്നത്? ഈ കുട്ടീനോട് ഒറ്റ മകനായതുകൊണ്ട് തന്നെ അവനോട് അബൻഡന്റ് അഫെക്ഷൻ ഉണ്ട്. അബൻഡന്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ധാരാളം. എഫെക്ഷൻ എന്ന് വെച്ചാൽ വാത്സല്യം. അപ്പോൾ ഈ ഒറ്റ മോനായതുകൊണ്ട് തന്നെ ധാരാളം വാത്സല്യിച്ചാണ് അവർ വളർത്തുന്നത്. ആൻഡ് ആംപിൾ മണി. ആംപിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ധാരാളം. കുറേ മണി ഉണ്ട്, ക്യാഷും ഉണ്ട് ഇവർക്ക്, കുറേ ക്യാഷ് ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഒറ്റ മോനാണ്, അവർ കൊഞ്ചിച്ച് വളർത്തുന്ന കുട്ടിയാണ് ഈ ടീച്ചർ തള്ളിയിട്ടുള്ളത്. They built a nursery, brought him expensive toys, fitted up miniature furniture sets, gave him a small pedal motor car to go about in all over the garden.
അപ്പോൾ ഇവർ നല്ല പൈസ ഉള്ളവരാണല്ലോ, അവർ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നഴ്സറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ബ്രോട്ട് ഹിം എക്സ്പെൻസീവ് ടോയ്സ്, ഭയങ്കര ധാരാളം വിലപിടിപ്പുള്ള ടോയ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫിറ്റഡ് അപ്പ് മിനിയേച്ചർ ഫർണിച്ചർ സെറ്റ്സ്, അവന് വേണ്ടിയിട്ട് മിനിയേച്ചർ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഫർണിച്ചറിനാണ് കേട്ടോ, അതായത് അവന് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗേവ് ഹിം എ സ്മോൾ പെഡൽ മോട്ടോർ കാർ ടു ഗോ അബൌട്ട് ഇൻ ആൾ ഓവർ ദി ഗാർഡൻ. ഗാർഡനിൽ അവന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ പെഡൽ ടൈപ്പ് മോട്ടോർ കാറും അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. Up his cupboard with all kind of sweets and biscuits and left it to his good sense to devour them moderately. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ്റെ കബോർഡ് ഫുള്ള് അവർ സ്വീറ്റ്സും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്വീറ്റ്സും ബിസ്ക്കറ്റും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവന് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡിവോർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭക്ഷിക്കുക എന്നൊക്കെയാണ് കേട്ടോ. അവന് വേണ്ട നിമിഷത്തിൽ അവന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്, വിഴുങ്ങുക എന്നൊക്കെയാണ് ഡിവോറിൻ്റെ മീനിങ് വരുന്നത്. മോഡറേറ്റ്ലി എന്ന് വെച്ചാൽ മിതമായിട്ട്, അവന് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേ ബിലീവ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഇൻ ലിവിങ് തിങ്സ് ദാറ്റ് വേ. അങ്ങനെ കുട്ടികൾക്ക് അവരുടെ വേണ്ട രീതിയിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയാണ്. അവനെന്താ വേണ്ടത് അതൊക്കെ ഒരുക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് അതാണ് നല്ലത് എന്നുള്ള വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയാണ്. You must never set up any sort of contrariness or repression in child's mind, declared the parents. അപ്പോൾ പാരൻസ് പറഞ്ഞിരുന്നു, സാറിനോട് എന്താ പറഞ്ഞിരുന്നു? You must never set up any sort of contrariness. Contrariness എന്നുള്ള വേർഡിന്റെ മീനിങ് എതിർപ്പ്, അതായത് കുട്ടി പറയുന്ന ഒരു കാര്യത്തിനോടും എതിർക്കരുത്. ഓർ റിപ്രഷൻ എന്നുള്ള വേർഡിന്റെ മീനിങ് അടിച്ചമർത്തൽ. അപ്പോൾ കുട്ടീനെ ഒരു കാരണവശാലും അടിച്ചമർത്തുകയോ അവന് പറയുന്ന എന്തെങ്കിലും കാര്യത്തിനോട് ഒരു എതിർപ്പ് കാണിക്കുകയോ ചെയ്യരുതെന്ന് പാരൻസ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, യു വിൽ ഡാമേജ് ഹിം ഫോർ ലൈഫ്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ആ കുട്ടീനെ അത് ജീവിതകാലം മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കും. It is no doubt requires a lot of discipline on our part, but it is worth it. They declared primely. അപ്പോൾ അവർ പ്രൈമലി ആയിട്ട് പറയണം. പ്രൈമലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് അവരെന്താ പറയുക, കൃത്യമായിട്ട് ശരിയായ രീതിയിലുള്ള ഒരു ഇത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അത് ഇവിടെ പറയുന്നത് ഇറ്റ് നോ ഡൗട്ട് റിക്വയർസ് എ ലോട്ട് ഓഫ് ഡിസിപ്ലിൻ ഓൺ അവർ പാർട്ട്. നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ ചെയ്യണമെങ്കിൽ. അതായത് കുട്ടിൻ്റെ ഇതിനൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി അവരുടെ വാശിക്ക് ഇങ്ങനെ നിന്നുകൊടുക്കുക, അവരുടെ രീതിക്ക് ഇങ്ങനെ നിന്നുകൊടുക്കണമെങ്കിൽ നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും വേർത്തായിരിക്കും. അതായത് ആ കുട്ടീനെ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ കഴിയും. വി ഷാൽ ബി ബ്രിങ്ങിങ് അപ്പ് എ ഹെൽത്തി സിറ്റിസൺ. നമ്മൾ എന്തായാലും വളർത്തി കൊണ്ടുവരുന്നത് ഒരു നല്ലൊരു സിറ്റിസനെ ആയിരിക്കണം. Yes, the teacher agreed outwardly, feeling more and more convicted every day that what the little fellow needed to make him a normal citizen was not cajoling, but an honest worth of can for which he was prepared to advance the outlay. അപ്പം എന്താ പറയുന്നത്, ടീച്ചർ പുറമേ അതിനോട് എഗ്രി ചെയ്യാണ്. അതായത് ഈ പാരൻസ് പറയുന്നത് ഔട്ട്വേർഡ്ലി എന്ന് വെച്ചാൽ പുറമേ എന്നാണ് കേട്ടോ. അപ്പോൾ പുറമേ ഇതിനോട് എഗ്രി ചെയ്യാണ് ഈ പാരൻസ് പറയുന്നതോട്. പക്ഷേ ടീച്ചറുടെ ഉള്ളിൽ അറിയാം. കൺവിൻസ്ഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് ബോധ്യപ്പെടുത്തുക. അപ്പോൾ ടീച്ചർക്ക് അറിയാം ഇവനെ ഇങ്ങനെ ഈ കുട്ടീനെ നല്ലൊരു നോർമൽ സിറ്റിസൺ ആക്കി വളർത്തണമെന്നുണ്ടെങ്കിൽ അവനെ കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല. കൺട്രോളിങ് എന്നുള്ള വേർഡിന്റെ മീനിങ് നമ്മൾ പുകഴ്ത്തുക, അവന്റെ രീതിയിൽ ഇങ്ങനെ വെച്ചിങ്ങനെ ആ കുട്ടീനെ നല്ലതാക്കി ചിത്രീകരിച്ച് അങ്ങനെ ചെയ്യുന്ന ആ പ്രവൃത്തി പറ്റില്ല. ബട്ട് ആൻ അനസ് വർത്ത് ഓഫ് കെയിൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ചൂരൽ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു അണക്ക് നല്ലൊരു ചൂരൽ മേടിച്ചിട്ട് അതുകൊണ്ട് നല്ല അടി കിട്ടിയാലേ അവൻ ശരിയാവുള്ളൂ എന്ന് ടീച്ചർക്ക് ഉള്ളിൽ അറിയാം. For the teacher, it was a life of utter trivial. The only relieving feature in the whole business was the 30 rupee they paid him on every first day. അപ്പോൾ ടീച്ചർക്ക് ഇത് ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അട്ടോ എന്ന് വെച്ചാൽ ഉള്ളിൽ എന്നാണ്. അട്ടോ മീൻസ് ഉള്ളിൽ, ട്രവൽ എന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. പക്ഷെ ആകെ ഒരു സമാധാനം ഇതിൽ എന്ന് വെച്ചാൽ റിലീവിങ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഫസ്റ്റ് ദിവസം 30 rupees അയാൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ടുക്ക് ഹിം ഇൻ ഓൾ 3 hours every evening, of which the first half
However, he had to listen to the child psychology theories of the parents. അപ്പോൾ ഓൾറെഡി ഇവർക്ക് ആ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ ആ എമൗണ്ട് ടീച്ചർക്ക് ലഭിക്കണമെങ്കിൽ 3 മണിക്കൂർ ഈ കുട്ടിക്ക് ക്ലാസ് എടുക്കണം. അതിൽ 1 മണിക്കൂർ ഈ പാരൻസിൻ്റെ സൈക്കോളജി തിയറീസ്, ഈ ചിൽഡ്രനെ കുറിച്ചുള്ള സൈക്കോളജി തിയറി കേൾക്കും വേണം. അതായത് ഫസ്റ്റ് 1 hour ടീച്ചർക്ക് ഇങ്ങോട്ട് പാരൻസ് ക്ലാസ് എടുത്തു കൊടുക്കായിരിക്കും. ഇവനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ വളർത്തണം, ഇങ്ങനെ പഠിപ്പിക്കണം. പാരൻസിൻ്റെ ക്ലാസ് കേൾക്കണം. പിന്നെ 2 മണിക്കൂർ ഈ ചെക്കന്, ഈ ഫെല്ലോക്ക് ക്ലാസ് എടുക്കും വേണം. ദ ഫാദർ ഹാഡ് റിട്ടൺ എ thesis on infant psychology for his MA and the lady has studied a great deal. ഒന്നും കൂടിയാണ്. The father has written a thesis on infant psychology for his MA and the lady has studied a great deal of it for her BA. അപ്പോൾ ഈ കുട്ടിയുടെ ഫാദർ MA പഠിക്കുമ്പോൾ അതിനൊരു തീസിസ്, ഒരു പ്രൊജക്റ്റ് എഴുതിയിട്ടുണ്ട് ഇൻഫാക്ട് സൈക്കോളജിനെ കുറിച്ച്. അതേപോലെ തന്നെ ലേഡി, ആ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് BA പഠിച്ച ആളാണ്. അവരും സൈക്കോളജിനെ കുറിച്ച് അറിവുള്ള വ്യക്തിയാണ്. അപ്പോൾ ഫാദറും മദറും ഇൻഫാക്ട് സൈക്കോളജിനെ കുറിച്ച് നല്ല ബോധവാന്മാരാണ്. They lectured to him every day on their theories and he got more and more the feeling that they wanted him to deal with the boy as if he were made of thin glasses. അപ്പോൾ എന്താണ്, എല്ലാ ദിവസവും ഇവർക്ക് ഈ ഫാദറും മദറും ഈ ടീച്ചർക്ക് ഇവരുടെ തിയറീസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ സൈക്കോളജി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, കുട്ടികളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് ഓരോ ദിവസം കേൾക്കുമ്പോഴും ഈ ടീച്ചർക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി ഭയങ്കര തിൻ ക്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ചെക്കനാണ് ഇവന് എന്നുള്ള ഫീലാണ്. അവരിങ്ങനെ വളർത്തിയിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ബോയ്, അതായത് ഈ കുട്ടി കുറച്ച് വികൃതിയാണല്ലോ, പക്ഷെ അവന് അങ്ങനെയാണ് ഇവർ ചിത്രീകരിച്ചു വെക്കുന്നത്. He had to pretend that he agreed with them while his own private view was that he was in charge of a little gorilla. അപ്പോൾ ടീച്ചർക്ക് പ്രിറ്റൻഡ് ചെയ്യേണ്ടി വരികയാണ്. പ്രിറ്റൻഡ് എന്നുള്ള വേർഡിന്റെ മീനിങ് നടിക്കുക, അതായത് അങ്ങനെ എഗ്രി ചെയ്യേണ്ടി വരികയാണ്. ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇവർ പറയുന്നതൊക്കെ എഗ്രി ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ ഉള്ളിൽ ടീച്ചർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ടീച്ചർ ഒരു ഗൊറിലനെ നോക്കാൻ ചാർജ് ചെയ്ത് വെച്ച ഒരു വ്യക്തിനെ പോലെയാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം ഈ ചെക്കനെ നോക്കാൻ. Now the teacher did not know how to quieten the boy who kept sobbing. അപ്പോൾ ക്വൈറ്റൻ എന്നുള്ള വേർഡിന്റെ മീനിങ് ശാന്തമാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചെക്കനെ എങ്ങനെ ശാന്തമാക്കണം എന്ന് ടീച്ചർക്ക് ഇപ്പോൾ ഒരു പിടുത്തമില്ല. He felt desperate എന്നുള്ള വേർഡിന്റെ മീനിങ് നിരാശനായത്. അപ്പോൾ അയാൾ ഇത് ഓർത്തിട്ട് നിരാശനായ. He told the youngster, you must not cry for these trifling matters. You must be like a soldier. അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു കൊടുക്കുകയാണ് ടീച്ചർ, ഇങ്ങനത്തെ നിസ്സാര കാര്യത്തിനൊന്നും നീ കരയല്ലേ, നീ ഒരു പട്ടാളക്കാരനെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവണം, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും കരയല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ട്രൈഫ്ലിംഗ് എന്നുള്ള വേർഡിന്റെ മീനിങ് നിസ്സാരമായതെന്നാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നീ കരയല്ലേ എന്ന് പറയാണ്. A soldier will shoot with a gun if he is it, said the boy in reply. അപ്പോൾ ബോയ് റിപ്ലൈയിൽ പറയാണ്, ബോയ് ടീച്ചറിനോട് മറുപടി ആയിട്ട് പറയാണ്, ഒരു സോൾജിയറിനെ, ഒരു പട്ടാളക്കാരനെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഗണ്ണെടുത്തിട്ട് തിരിച്ചും ഷൂട്ട് ചെയ്യും, അതായത് അയാൾ പ്രതികരിക്കും. ദ ടീച്ചർ ട്രീറ്റഡ് ഇറ്റ് ആസ് എ ജോക്ക് ആൻഡ് ലാഫ്ഡ് ആർട്ടിഫിഷ്യലി. അപ്പോൾ ടീച്ചർ അതൊരു തമാശ ആക്കി എടുത്തിട്ട് ചിരിക്കാൻ തുടങ്ങി, ഉണ്ടാക്കിയൊരു ചിരിക്കാൻ തുടങ്ങി. ദ ബോയ് കോട്ട് ദ ഇൻഫെക്ഷൻ ആൻഡ് ലാഫ്ഡ് ടു. അപ്പോൾ ബോയ് ഗോട്ട് ദി ഇൻഫെക്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പകർന്നു. ടീച്ചറുടെ ചെറിയൊരു പുഞ്ചിരിയുടെ ഒരു ചെറിയൊരു ഭാഗം ഈ കുട്ടിയിലോട്ടും പടർന്നു. ആൻഡ് ലാഫ്റ്റ് ടു ദ ബോയ്, ആ ബോയും ചിരിക്കാൻ തുടങ്ങി. ദിസ് ഈസ്ഡ് ദ സിറ്റുവേഷൻ സംവാട്ട്. അപ്പോൾ ആ ഒരു ചിരിയിലൂടെ, ആ തമാശക്കുള്ള ആ ചിരിയിലൂടെ മറ്റേ ആ സിറ്റുവേഷൻ, ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ ഒരു ആശ്വാസമായി. ഏസ്ഡ് എന്ന് വെച്ചാൽ ആശ്വാസം എന്നാണ് കേട്ടോ. അപ്പോൾ ആ സിറ്റുവേഷനിന് ഒരു ചെറിയ ശമനം കിട്ടി. ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്, സജസ്റ്റഡ് ദ ടീച്ചർ. എ ഫൈൻ ബ്ലൂ പോഴ്സലിൻ ക്ലോസറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദ നഴ്സറി. അപ്പോൾ ടീച്ചർ ഈ കുട്ടിനോട് പോയിട്ട് മുഖമൊന്ന് പോയി വാഷ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഇവന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ആ നഴ്സറിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ബോയ് ഡിസൊബെയ്ഡ് ആൻഡ് കമൻഡഡ് ക്ലോസ് ദി ലെസൺ ടുഡേ. അപ്പോൾ ബോയ് അത് കേട്ടില്ല, ഡിസൊബേ ചെയ്തിട്ട് ബോയ് ടീച്ചറോട് അങ്ങോട്ട് പറയാണ്, ക്ലോസ് ദി ലെസൺ ടുഡേ, ഇന്നത്തെ ക്ലാസ് മതി. ദ ടീച്ചർ വാസ് ക്യാഷ്ഡ്.
നോ നോ ഹി ക്രൈഡ്. അപ്പോൾ ടീച്ചർ അത് കേട്ടിട്ട് ഷോക്കായിപ്പോയി. ടീച്ചർ പറഞ്ഞു ഇല്ല പറ്റില്ല, ക്ലാസ് തുടരണം എന്നുള്ള രീതിയിൽ. ദെൻ ഐ വിൽ ഗോ ആൻഡ് ടെൽ മൈ മദർ ത്രെറ്റൻഡ് ദ ബോയ്. അപ്പോൾ ആ ബോയ് ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് അമ്മനോട് പറയും. ഹി പുഷ്ഡ് ദ ചെയർ ബാക്ക് ആൻഡ് ഗോട്ട് അപ്പ്. ആ ചെയർ ഒന്ന് ബാക്കിലോട്ട് നീക്കിയിട്ട് അവിടുന്ന് എണീറ്റു. ദ ടീച്ചർ റഷ്ഡ് അപ്പ് ടു ഹിം ആൻഡ് ഹെൽഡ് ഹിം ഡൗൺ. ടീച്ചർ വേഗം പോയിട്ട് അവനെ പിടിച്ചിരുത്തി. മൈ ഡിയർ ഫെല്ലോ, ഐ ആം ടു ബി ഹിയർ ഫോർ അനദർ ഹവർ. അപ്പോൾ ആ ബോയിനോട് ടീച്ചർ പറയാണ്, അവിടെ പിടിച്ചിരുത്തിയിട്ട് ടീച്ചർ പറയാണ്, എനിക്ക് 1 മണിക്കൂറും കൂടി ഇവിടെ ഉണ്ട്. ദ ബോയ് സെഡ് ഓൾ റൈറ്റ് വാച്ച് മീ പുട്ട് ദ എൻജിൻ ഓൺ ഇറ്റ്സ് റെയിൽസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ റെയിൽസിൽ, അതായത് ഈ ട്രെയിൻ വെച്ചിട്ട് ഈ റെയിൽസിൽ കളിക്കുന്നത് നോക്കിയിരിക്കാൻ പറഞ്ഞു. ഇഫ് യുവർ ഫാദർ കംസ് ഇൻ സെഡ് ദ ടീച്ചർ. നിന്റെ അച്ഛനെങ്ങാനും കയറി വന്നാലോ. ടെൽ ഹിം ഇറ്റ് ഈസ് എൻ എൻജിൻ ലെസൺ സെഡ് ദ ബോയ് ആൻഡ് ഹി സ്മൈൽഡ് മലീഷ്യസ്ലി. അപ്പോൾ ആ ബോയ് പറയാണ്, അച്ഛനോട് പറഞ്ഞാൽ മതി, ഇതൊരു ട്രെയിനിൻ്റെ ചാപ്റ്റർ എടുക്കുന്ന ഒരു ലെസൺ ആണ്, ട്രെയിനിൻ്റെ ഒരു ലെസൺ ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് ചിരിക്കുകയാണ്. ഹി വെന്റ് ഓവർ ടു ഹിസ് കബോർഡ്, ഓപ്പൺഡ് ഇറ്റ്, ടുക്ക് ഔട്ട് ഹിസ് ട്രെയിൻ സെറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് അസംബ്ലിംഗ് ദി ട്രാക്ക്. അപ്പോൾ അവന് അവൻ്റെ കബോർഡിലോട്ട് പോയിട്ട് അത് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ട്രെയിനിൻ്റെ സെറ്റ് എടുത്തു, എന്നിട്ട് അത് ഒക്കെ അസംബിൾ ചെയ്യാണ് കേട്ടോ. ഹി വൂണ്ട് ദ എൻജിൻ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ഇറ്റ് വെന്റ് റൗണ്ട് ആൻഡ് റൗണ്ട്. അപ്പോൾ ഇവിടെ വോണ്ട് എന്ന് വെച്ചാൽ ടൈറ്റൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ എൻജിനൊക്കെ ശരിയാക്കി അതൊക്കെ ടൈറ്റൻ ചെയ്തിട്ട് വെച്ചു. അപ്പോൾ അത് റൗണ്ട് ആൻഡ് റൗണ്ടിൽ പോകാൻ തുടങ്ങി. യു ആർ ദി സ്റ്റേഷൻ മാസ്റ്റർ പ്രൊക്ലെയിം ദ ബോയ്. അപ്പോൾ ബോയ് ടീച്ചറിനോട് പറയാണ്, നിങ്ങളാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയാണ്. നോ നോ ക്രൈ ദ ടീച്ചർ. ടീച്ചർ പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെയല്ല. യു ഹാവ് യുവർ ടെസ്റ്റേഴ്സ് ദ ഡേ ആഫ്റ്റർ ടുമോറോ. നിനക്ക് മറ്റന്നാൾ നിന്റെ പരീക്ഷയുള്ളതാണ്. ദ ബോയ് മിയർലി സ്മൈൽഡ് ഇൻ എ സുപ്പീരിയർ വേ ആൻഡ് റിപ്പീറ്റഡ്, വിൽ യു ബി എ സ്റ്റേഷൻ മാസ്റ്റർ ഓർ നോട്ട്. അപ്പോൾ ബോയ് ഭയങ്കര അഹങ്കാരത്തിൽ സ്മൈൽ ചെയ്തിട്ട് വീണ്ടും പറയാണ്, നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ ആവോ ഇല്ലയോ എന്ന്. ടീച്ചറോടാട്ടോ പറയണേ. The teacher was annoyed. I wouldn't be a station master, he said defiantly. അപ്പോൾ ടീച്ചറിന് ഭയങ്കര ഇതൊരു ശല്യമായിട്ട് തോന്നി, അനോയ്ഡ് ആയിട്ട് തോന്നി. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നും ആവില്ല. ഹി സെഡ് ഡിഫൈൻഡ്ലി. ഡിഫൈൻഡ്ലി എന്ന് വെച്ചാൽ ധിക്കാരപൂർവ്വം പറഞ്ഞു ടീച്ചർ. Whereupon the young fellow said, ho, is that what you say? അപ്പോൾ യങ് ഫെല്ലോ, ആ കുട്ടി പറയാണ്, ഓ അങ്ങനെയാണോ. He gently touched his cheek and murmured, it is paining me here awfully. I must see my mother. അപ്പോൾ ആ കുട്ടിക്ക് അടി കിട്ടിയിട്ടുള്ള ചീക്കിലാണല്ലോ. അപ്പോൾ അവിടെ തൊട്ടിട്ട് അവനിങ്ങനെ മർമർ ചെയ്യാണ്, എന്താ പറയുന്നത്, ഇവിടെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എനിക്ക്, ഞാൻ എൻ്റെ അമ്മനെ പോയി കാണട്ടെ. He made a movement towards the door. അവന് ഡോറിൻ്റെ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. The teacher watched him with a dull desperation. അപ്പോൾ ടീച്ചർ അവനെ നോക്കി നിൽക്കുകയാണ്, അവനെങ്ങനെ വാച്ച് ചെയ്യാണ് ഒരു ഡൽ ഡെസ്പറേഷനിലൂടെ, ഒരു നിരാശയിലൂടെ. ദ ബോയ്സ് ചീക്ക് വാസ് സ്റ്റിൽ റെഡ്. ആ ബോയിൻ്റെ ചീക്കിൻ്റെ അവിടെ ഇപ്പോഴും റെഡ് അടയാളമുണ്ട്. സോ ഹി സെഡ്, ഡോണ്ട് ബോയ്, യു വാണ്ട് മീ ടു ബി എ സ്റ്റേഷൻ മാസ്റ്റർ, വാട്ട് ഷെൽ ഐ ഹാവ് ടു ഡു. അപ്പോൾ അവനോട് പറയാണ്, നീ പോവല്ലേ, നിനക്ക് ഞാനൊരു സ്റ്റേഷൻ മാസ്റ്റർ ആവണോ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ടീച്ചർ അങ്ങോട്ട് ചോദിക്കുകയാണ്. ദ ബോയ് ഡയറക്റ്റഡ്, വെൻ ദി ട്രെയിൻ കംസ് ടു യുവർ സ്റ്റേഷൻ യു മസ്റ്റ് ബ്ലോ ദ വിസിൽ ആൻഡ് ക്രൈ, എൻജിൻ ഡ്രൈവർ സ്റ്റോപ്പ് ദ ട്രെയിൻ. അപ്പോൾ ബോയ് പറഞ്ഞു കൊടുക്കുകയാണ് ടീച്ചറിനോട്, സ്റ്റേഷൻ്റെ അവിടേക്ക് ട്രെയിൻ എത്തുമ്പോൾ നിങ്ങൾ വിസിലടിച്ചിട്ട് പറയണം ഡ്രൈവറിനോട് സ്റ്റോപ്പ് ചെയ്യാൻ. ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടുഡേ ഹൂ ഹാവ് ബ്രോട്ട് ടിക്കറ്റ്സ്. ഒരുപാട് പേര് ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ട്രെയിൻ നിർത്തണേ എന്ന് ഉറക്കെ വിളിച്ച് പറയണം എന്നാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ബോയ് ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ദ ടീച്ചർ ഹഞ്ച്ഡ് അപ്പ് ഇൻ എ കോർണർ ആൻഡ് ഒബെയ്ഡ്. ടീച്ചർ ഹഞ്ച്ഡ് അപ്പ് എന്ന് വെച്ചാൽ അവിടെ കുനിഞ്ഞിരുന്നിട്ട് ആ ബോയ് പറയുന്നത് ഒബേ ചെയ്തു. ഹി ഗ്രൂ ടയേർഡ് ഓഫ് ദി പൊസിഷൻ ആൻഡ് ദ ഗെയിം ഇൻ 30 minutes ആൻഡ് ഗോട്ട് അപ്പ് മച്ച് ടു ദ ഡിസ്പ്ലഷർ ഓഫ് ഹിസ് പീപ്പിൾ. അപ്പോൾ പീപ്പിൾ എന്ന് വെച്ചാൽ സ്റ്റുഡൻറ് എന്നാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ എണീക്കാൻ ആ പൊസിഷനിൽ നിന്ന് ഒരു 30 minutes കഴിഞ്ഞപ്പോൾ എണീക്കാൻ നോക്കി, കാരണം ഭയങ്കര ടയേർഡായി ഫീൽ ചെയ്തു. അപ്പോൾ അവിടുന്ന് എണീക്കാൻ നോക്കി, അത് ഈ കുട്ടിക്ക് ഒരു ഡിസ്പ്ലഷറായി. ഡിസ്പ്ലഷർ എന്ന് വെച്ചാൽ സന്തോഷമില്ലായ്മ. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് അത് നീറ്റപ്പോൾ ഒരു സന്തോഷമില്ലാത്ത പോലെ തോന്നി. ലക്ലി ഫോർ ഹിം ദ എൻജിൻ ഓൾസോ സഡൻലി റിഫ്യൂസ്ഡ് ടു മൂവ്. അപ്പോൾ ടീച്ചറുടെ ഭാഗ്യം എന്ന പോലെ ആ എൻജിൻ, ആ ട്രെയിനും മൂവ് ചെയ്യാതിരുന്നു, കുറച്ചു നേരം അത് മൂവ് ചെയ്യാതിരുന്നു. ദ ബോയ് ഹാൻഡഡ് ഇറ്റ് ടു ഹിം ആസ് ഹി വെന്റ് ബാക്ക് ടു ഹിസ് സീറ്റ് ആൻഡ് സെഡ്, റിപ്പയർ ഇറ്റ് സർ.
അപ്പോൾ ബോയ് അത് ആ ട്രെയിൻ എടുത്തിട്ട് സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇത് നേരാക്കൂ എന്ന്. ഹി ടേൺ it about in his hand and said, I can't, I know nothing about it. അപ്പോൾ ടീച്ചർ അതിങ്ങനെ ടേൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കിയിട്ട് പറയാണ് എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാണ്. ഇറ്റ് മസ്റ്റ് ഗോ സെഡ് ദ ബോയ് ഫേംലി. അത് ചലിക്കണം, അതായത് ട്രെയിന് മൂവ് ചെയ്യണം അന്ന് ഫേമായിട്ട് ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ആ ബോയ് പറയാണ് ടീച്ചറിനോട്. ദ ടീച്ചർ ഫെൽറ്റ് ഡെസ്പറേറ്റ്. ടീച്ചർക്ക് വീണ്ടും നിരാശയായി. ഹി വാസ് അബ്സല്യൂട്ട്ലി നോൺ മെക്കാനിക്കൽ. ടീച്ചർക്ക് ഈ മെക്കാനിക്കിനെ കുറിച്ചൊന്നും ഒരു വശല്ല. He could not turn the simplest screw if it was to save his life. ഈ ടീച്ചർക്ക് ഒരു സിമ്പിൾ സ്ക്രൂ പോലും ടൈറ്റ് ആക്കാൻ അറിയാത്തൊരു ടൈപ്പ് ആളാണ്. ഓക്കെ. ദ ബോയ് സ്റ്റാമ്പ്ഡ് ഹിസ് ഫുട്ട് impatiently and waited like a tyrant. അപ്പോൾ ആ കുട്ടി ഫൂട്ടോട്ട് കാല് വെച്ചിട്ട് നിലത്തിങ്ങനെ സ്റ്റാമ്പ് ചെയ്തു, ഇങ്ങനെ ഒറ്റൊരു ചവിട്ടിയിട്ട് ഇൻപേഷ്യൻ്റ്ലി, ഒരു ക്ഷമയില്ലാത്ത ഒരു ടൈറൻ പോലെ. ടൈറൻ എന്ന് വെച്ചാൽ ഭയങ്കര ധിക്കാരിയായിട്ടുള്ള റൂളറിനെ പോലെ അങ്ങനെ നിന്നു. ദ ടീച്ചർ പുട്ട് ഇറ്റ് എവേ ഡെഫിനറ്റ്ലി വിത്ത് ഐ കാൺട്ട് ആൻഡ് ഐ വോണ്ട്. അപ്പോൾ ടീച്ചർ അത് മാറ്റി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് കഴിയില്ല എന്നുള്ള പറഞ്ഞു. ദ ബോയ് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച്ഡ് ഓൺ ടു അനദർ ഡിമാൻഡ്. ആ നിമിഷം തന്നെ ബോയ് വേറൊരു ഡിമാൻഡ് ടീച്ചറിനോട് പറഞ്ഞു, വേറൊരു ആവശ്യം പറഞ്ഞു. ടെൽ മീ എ സ്റ്റോറി, എനിക്കൊരു കഥ പറഞ്ഞു തരൂന്ന്. യു ഹാവ് ഇൻ ഡൺ എ സം, ഇറ്റ് ഈസ് 8:30. നീ ഇന്ന് ഒരു കണക്ക് പോലും ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു കണക്ക് പോലും ചെയ്തിട്ടില്ല, ഇത് 8:30 ആവാറായി ടൈം. ഐ ഡോണ്ട് കെയർ ഫോർ എ സം, ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല, ആ കൂട്ടാനുള്ളതൊന്നും ഞാൻ ഇപ്പോൾ കാര്യമാക്കുന്നില്ല. സെഡ് ദ ബോയ് പറഞ്ഞു. ടെൽ മീ എ സ്റ്റോറി, എനിക്കൊരു കഥ പറഞ്ഞു തരൂ. നോ, ടീച്ചർ നോ എന്ന് പറഞ്ഞു. ദ ബോയ് കോൾഡ് അപ്പ. ബോയ് അപ്പോൾ ഫാദറിനെ വിളിക്കുകയാണ്, അപ്പ. വൈ ആർ യു ഷൗട്ടിങ് ലൈക്ക് ദാറ്റ് ഫോർ യുവർ ഫാദർ? എന്തിനു വേണ്ടിയിട്ടാണ് നീ നിന്റെ ഫാദറിനെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്? ഐ ഹാവ് സംതിങ് ടു ടെൽ ഹിം, സംതിങ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ അച്ഛനോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ബോയ് പിന്നെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്താട്ടോ ടീച്ചറെ. ദ ടീച്ചർ was obliged to begin the story of a bison and a tiger, and then he passed on to Ali Baba and the 40 thieves and Aladdin's lamp. The boy listened, rapt and ordered. അപ്പോൾ ടീച്ചർ ബാധ്യസ്ഥനായി, ഒബ്ലിക്റ്റ് എന്ന് വെച്ചാൽ ബാധ്യസ്ഥനായി പറയാൻ വേണ്ടിയിട്ട്, സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ടീച്ചർ സ്റ്റോറി പറയാൻ തുടങ്ങി. ആദ്യം ടീച്ചർ ഒരു ബൈസൺ ആൻഡ് ടൈഗറിൻ്റെ, ഒരു കാട്ടുപോത്തും അതേപോലെ ഒരു ടൈഗറിൻ്റെയും സ്റ്റോറിയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അലിബാബയും 40 കള്ളന്മാരും എന്നുള്ള സ്റ്റോറിയാണ്. പിന്നെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുകൾ സ്റ്റോറി. അങ്ങനെ ടീച്ചർ ഇങ്ങനെ ഓരോ സ്റ്റോറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോയ് ഇത് നന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റാപ്റ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ലയിച്ചു. അതിങ്ങനെ കേട്ടിട്ട് ആ കഥകൾ ഇങ്ങനെ കേട്ടിട്ട് അതിൽ ലയിച്ചു. എന്നിട്ട് പിന്നെ ഓർഡർ കൊടുക്കാണ്. ഐ വോണ്ട് ടു ഹിയർ ദ സ്റ്റോറി ഓഫ് ദി ബൈസൺ അഗെയിൻ, ഇറ്റ് ഈസ് ഗുഡ്. എനിക്ക് ഇനി ആ കാട്ടുപോത്തിന്റെ സ്റ്റോറി ഒന്നും കൂടി കേൾക്കണം, അത് നല്ല സ്റ്റോറിയാണ് എന്ന് ടീച്ചറിനോട് വീണ്ടും ഓർഡർ ചെയ്യാണ് കേട്ടോ ബോയ്. ദ ടീച്ചർ വാസ് ഷോർട്ട് ഓഫ് ബ്രെത്ത്. ദ ടീച്ചർ വാസ് ഷോർട്ട് ഓഫ് ബ്രെത്ത് എന്ന് വെച്ചാൽ ടീച്ചർ ഇങ്ങനെ അത് ആകെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ പറഞ്ഞിട്ട് സ്റ്റോറി ഇങ്ങനെ നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാഡ് ഡൺ 6 hours ഓഫ് ടീച്ചിങ് അറ്റ് സ്കൂൾ ഡ്യൂറിങ് ദി ഡേ. അപ്പോൾ ഇവന് ട്യൂഷൻ എടുക്കാൻ വരുന്നതിന് മുമ്പ് 6 മണിക്കൂർ സ്കൂളിൽ പഠിപ്പിച്ചതിന് ശേഷം ആട്ടോ വരുന്നത്. ടുമാറോ ഐ ഹാവ് ലോസ്റ്റ് ഓൾ മൈ ബ്രെത്ത്. അപ്പോൾ ടീച്ചർ പറയാൻ ഇനി ബാക്കി നാളെ പറയാം, എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല എന്ന് പറയാം. ഹോ ഓൾ റൈറ്റ് ഐ വിൽ ഗോ ആൻഡ് ടെൽ. ഓ അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്നാൽ ഞാൻ പോയി പറയാം. എക്സ്ക്ലെയിംഡ് ദ ബോയ് വീണ്ടും പറയാണ്. He got up and started running all of a sudden towards the house, and the teacher started after him. അപ്പോൾ ബോയ് വേഗം എണീറ്റിട്ട് വീടിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ടീച്ചറും അവൻ്റെ പിന്നാലെ പോവാണ്. The boy was too fast for him, wheeled about madly and made the teacher run around the garden thrice. അപ്പോൾ എന്താണ്, ഇവന് ഫാസ്റ്റാണ് ടീച്ചർ, ഇതിലാറെ എത്രയോ ഫാസ്റ്റായിട്ടാണ് ഇവന് ഓടുന്നത്. അപ്പോൾ ടീച്ചർക്ക് അവനെ പിടിക്കാൻ കഴിയുന്നില്ല. ഇവന് റൗണ്ടായിട്ട് 3 പ്രാവശ്യം ഗാർഡൻ്റെ റൗണ്ട് ടീച്ചറെ ഓടിച്ചു. The teacher looked beaten. The boy took pity of him and stopped near the rose bush. ടീച്ചർ ലുക്ഡ് ബിറ്റൻ. അപ്പോൾ ടീച്ചർ അവിടെ പരാജയപ്പെട്ടു, ബോയിനെ പിടിക്കാൻ കഴിയുന്നില്ല. ബോയ്ക്ക് പിറ്റി ബോയ്ക്ക് ആ ടീച്ചറിനോട് ഒരു പിറ്റി, ദയ തോന്നിയിട്ട് അവൻ ആ റോസ് ബുഷിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഫോർ ദി മൂമെന്റ് ഹി വെന്റ് അപ്പ് ആൻഡ് ട്രൈ ടു പുട്ട് ഹിസ് ഹാൻഡ് ഓൺ ഹിം. ദ ബോയ് ഡാർട്ടഡ് ത്രൂ ആൻഡ് റൺ ഓഫ്. അപ്പോൾ ടീച്ചർ അവിടെ എത്തി ഇവനെ ഇങ്ങനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ബോയ് ഡാർട്ടഡ് ത്രൂ ആൻഡ് റൺ ഓഫ്. ബോയ് വീണ്ടും കുതിച്ച് ഓടാൻ തുടങ്ങി. ഇറ്റ് വാസ് എ ഹോപ്പ്ലെസ് പെർസ്യൂട്ട്. ദ ബോയ്
എൻജോയ്ഡ് ഇറ്റ് ഇമ്മൻസ്ലി ലാഫിങ് ഫിൻലിഷ്ലി. അപ്പോൾ ഇവനെ പെർസ്യൂട്ട് ചെയ്യുക, അവനെ പിടിക്കുക എന്നുള്ളത് ആ ശ്രമം ഒരു ഹോപ്പ്ലെസ് ആയി തോന്നി, ഭയങ്കര ഒരു അതിന് കഴിയാത്ത പോലെ ടീച്ചർക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ ബോയോ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന് ലാഫ് ചെയ്തിട്ടൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ടീച്ചേഴ്സ് ഫേസ് വാസ് ഫ്ലാഷ്ഡ് ആൻഡ് ഹി ഗ്യാസ്പ്ഡ് അൺകംഫർട്ടബ്ലി. അപ്പോൾ ടീച്ചറുടെ ഫേസ് എന്തായി, ഫ്ലഷ്ഡായി, അതായത് റെഡ് കളറായി, ഇങ്ങനെ ഓടിയിട്ടും ആകെ ക്ഷീണിച്ചിട്ട്. ആൻഡ് ഹി ഗ്യാസ്ഡ് അൺകംഫർട്ടബ്ലി, ഇങ്ങനെ ബ്രീത്ത് ഇങ്ങനെ അൺകംഫർട്ടബ്ലി ആയിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കാൻ തുടങ്ങി. ഹി ഫെൽറ്റ് എ ഡാർക്ക്നെസ് സ്വെല്ലിംഗ് അപ്പ് അറൌണ്ട് ഹിം. ഹി സാങ്ക് ഡൗൺ ഓൺ ദി പോർട്ടിഗോ സ്റ്റെപ്പ്. അപ്പോൾ എന്താണ്, ടീച്ചറുടെ ചുറ്റും ടീച്ചർക്ക് ഡാർക്ക്നെസ് ഇരുട്ടിങ്ങനെ മൂടാൻ തുടങ്ങി ടീച്ചറുടെ മൊത്തം. ഹി സാങ്ക് ഡൗൺ ഓൺ ദി പോർട്ടിഗോ സ്റ്റെപ്പ്. ആ വീടിനോട് കയറുന്ന ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നു. പൂമുഖത്ത് എന്നാണ് പാറ്റിക്കൊണ്ട് മീനിങ് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നു ടീച്ചർ ഒന്ന്. അറ്റ് ദിസ് മൂമെന്റ് ഫാദർ ആൻഡ് മദർ എമേർജ്ഡ് ഫ്രം ദി ഹൗസ്. വാട്ട് ഈസ് ദി മാറ്റർ? അപ്പോൾ ഈ സമയത്ത് അമ്മയും അച്ഛനും വീടിൻ്റെ പുറത്തേക്ക് വന്നു, വേഗം വന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ദ ടീച്ചർ സ്ട്രഗിൾഡ് അപ് ടു ഹിസ് ഫീറ്റ് ഓക്വേർഡ്ലി. അപ്പോൾ ടീച്ചർ വേഗം എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, അതായത് എണീറ്റ് നിൽക്കാനായിരുന്നു ഓർത്തുന്നത്. ഹി വാസ് സ്റ്റിൽ പാൻറ്റിങ് ബാഡ്ലി ആൻഡ് കുഡ് നോട്ട് ടോക്ക്. അയാൾ ടീച്ചർ പാൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് പറയാൻ പറ്റുന്നില്ല. ടീച്ചർക്ക് കിതപ്പുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഹി ഹാഡ് ഓൾറെഡി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ദാറ്റ് ഹി വുഡ് കൺഫെസ് ആൻഡ് ടേക്ക് ദി കോൺസിക്വൻസസ് റെദർ ദാൻ സ്റ്റാൻഡ് ദി ബ്ലാക്ക് മെയിൽ ബൈ ദിസ് ബോയ്. അപ്പോൾ ടീച്ചർ ഇപ്പം തന്നെ മനസ്സിൽ ഇത് ചിന്തിച്ചു, മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ, ഞാൻ എന്താണ് നടന്നതെന്ന് കൺഫസ് ചെയ്യും, കുറ്റസമ്മതം നടത്തുകയും ചെയ്യും, അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും, ഈ കുട്ടിയുടെ ബ്ലാക്ക് മെയിലിന് ഇനി നിന്നൊടുക്കാൻ കഴിയില്ല എന്ന് ടീച്ചർ തീരുമാനിച്ചു. ഇറ്റ് സീംഡ് ലെസ് ഫോർബിഡൻ ടു ത്രോ ഹിംസെൽഫ് അറ്റ് ദി മെർസി ഓഫ് ദി എൽഡേഴ്സ്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ബ്ലാക്ക് മെയിലിന് നിൽക്കുന്നതിലേറെ നല്ലത് മുതിർന്നവരുടെ മേഴ്സിക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നതാണെന്ന് ടീച്ചർക്ക് തോന്നി. They looked inquiringly at the boy and asked, "Why have you been running in the garden at this hour?" അപ്പോൾ ബോയിനോട് അമ്മയും അച്ഛനും ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഈ സമയത്ത് ഗാർഡനിൽ ഓടിക്കളിക്കുന്നത്? The boy looked mischievously at the teacher. അപ്പോൾ ബോയ് കുസൃതിയോട് ഇങ്ങനെ ടീച്ചറിനെ നോക്കുകയാണ്, ഒരു ഇങ്ങനെ നോക്കുകയാണ് ടീച്ചറിനെ. ഓക്കെ. The teacher cleared his throat and said, "I will explain." ടീച്ചർ തൊണ്ടയൊക്കെ ക്ലിയർ ചെയ്തിട്ട് പറയാണ്, അതായത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് ഏറ്റെടുക്കാൻ റെഡി ആയിട്ട് ടീച്ചർ നിൽക്കുകയാണ്. എന്നിട്ട് ടീച്ചർ പറയണം, "I will explain," ഞാൻ പറഞ്ഞു തരാം. He was trying to find the word for his sentence. അപ്പോൾ ടീച്ചർക്ക് എന്ത് പറയണം എന്നുള്ളൊരു വാക്ക് കിട്ടുന്നില്ല. The father asked, "How is preparing for his test in the arithmetic?" അവൻ്റെ അരിത്തമെറ്റിക് ടെസ്റ്റിനുള്ള മാത്സ് ടെസ്റ്റിനുള്ള എങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി? ഓൺ ഹിയറിംഗ് ദി വേർഡ് ടെസ്റ്റ് ദ ബോയ്സ് ഫേസ് ഫെൽ. അപ്പോൾ വേർഡ് ടെസ്റ്റ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ, പരീക്ഷ എന്നുള്ള പദം കേട്ടപ്പോൾ തന്നെ ബോയിൻ്റെ ഫേസ് ഫെല്ലായി, അതായത് അവന് ഭയങ്കര ഡല്ലായി, അവൻ്റെ ഫേസ് ഭയങ്കര നിരാശയായി. ഓക്കെ. ഹി unobtrusively slunk behind his parents and by look and gestures appealed to the teacher not to betray him. Unobtrusively എന്നുള്ള വേർഡിൻ്റെ മീനിങ് അടക്കമുള്ള, അച്ചടക്കമുള്ള എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ് വരുന്നത്. സ്ലങ് എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുക, ഒരു നല്ല കുട്ടിയെ പോലെ അവൻ അവൻ്റെ പാരൻസിൻ്റെ ബിഹൈൻഡിൽ പിന്നിലിങ്ങനെ ഒളിച്ചു നിന്നു. ആൻഡ് ബൈ ലുക്ക് ആൻഡ് ഗെസ്റ്റേഴ്സ് അപ്പീൽ ടു ദി ടീച്ചർ നോട്ട് ടു ബിട്രേ ഹിം. അവൻ്റെ ആ ഭാവത്തിലും ആ ഒരു നോട്ടത്തിലൊക്കെ ടീച്ചറിന് ഇങ്ങനെ മനസ്സിലാവാൻ തുടങ്ങി, എന്ത് അവനെ ബിട്രേ ചെയ്യില്ല, അവനെ ഒറ്റിക്കൊടുക്കല്ലേ, ബിട്രേ എന്നുള്ള വേർഡിൻ്റെ ഒറ്റിക്കൊടുക്കല്ലേ, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊന്നും പാരൻസിന് ഇപ്പോൾ നടന്നൊന്നും പറഞ്ഞു കൊടുക്കല്ലേ എന്നുള്ള രീതിയിൽ അവൻ്റെ ആ നിഷ്കളങ്കമായുള്ള നോട്ടത്തിലൊക്കെ ടീച്ചറിന് അത് ഉള്ളിൽ ഫീൽ ചെയ്തു. ഹി ലുക്ഡ് സോ പെത്തറ്റിക് ആൻഡ് ഡെസ്പറേറ്റ് ദാറ്റ് ദ ടീച്ചർ റിപ്ലൈഡ്. പെത്തറ്റിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ദയനീയമായ. അപ്പോൾ അവൻ്റെ ആ ദയനീയമായിട്ടുള്ള ഡെസ്പറേറ്റ് ആളുടെ നിരാശയുള്ള ഫേസൊക്കെ കണ്ടപ്പോൾ ടീച്ചർ കൊടുക്കുന്ന മറുപടിയാണ് കേട്ടോ. ടീച്ചർ റിപ്ലൈഡ്, "Only please let him mug up the 16th table a little more. He is all right. He will pull through."
അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, അവൻ ആ 16ാമത്തെ ടാബിൾ ഒന്ന് മഗ്ഗപ്പ് ചെയ്യട്ടെ. മഗ്ഗപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഈ കാണാതെ പഠിക്കൂലേ, അതിനാണ് മഗ്ഗപ്പ് എന്ന് പറയാം കേട്ടോ. നമ്മൾ കാണാതെ ഒരു കാര്യം പഠിക്കുക, അതും കൂടി ഒന്ന് കാണാതെ പഠിച്ചാൽ അവന് ഓക്കെ ആണ്. ഹീ ഈസ് ഓൾ റൈറ്റ്, അവന് ഓക്കെ ആണ്. ഹി വിൽ പുൾ ത്രൂ, അവൻ ഇതും അതിജീവിക്കും. ദ ബോയ് ലുക്ക്ഡ് റിലീവ്ഡ്. അപ്പോൾ ബോയിൻ്റെ ഫേസിൽ എന്താ, അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ റിലീവ്ഡ് എന്ന് വെച്ചാൽ ആശ്വാസം. അവൻ്റെ ഫേസിൽ ഒരു ആശ്വാസം തോന്നി, കാരണം ടീച്ചർ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, അവനെ ബിട്രേ ചെയ്തില്ലല്ലോ. ദ ടീച്ചർ സോ ഹിസ് ഗ്രേറ്റ്ഫുൾ ഫേസ്, felt confident that the boy would not give him up now. അപ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് ടീച്ചർ അവൻ്റെ മുഖത്ത് എന്ത് കണ്ടു, ഒരു ഗ്രേറ്റ്ഫുൾ ഫേസ് കണ്ടു. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള, അവൻ്റെ മുഖത്തൊരു നന്ദിയുള്ള ഭാവം കണ്ടു. എന്നിട്ട് ടീച്ചറിന് കോൺഫിഡൻ്റ് ആയി, ഇനി ആ കുട്ടി എന്നെ ചതിക്കില്ല, അതായത് തല്ലിയ കാര്യങ്ങളൊന്നും ഇനി അവൻ പറഞ്ഞു കൊടുക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ആ ഫേസിൽ നിന്ന് ടീച്ചർക്ക് മനസ്സിലായി. ആൻഡ് സെഡ് ഗുഡ് നൈറ്റ്. അങ്ങനെ അവൻ സാറിനോട് ഗുഡ് നൈറ്റ് സർ എന്ന് പറഞ്ഞു. വി ഫിനിഷ്ഡ് അവർ ലെസൺസ് ഏർലി ആൻഡ് ഐ വാസ് ജസ്റ്റ് പ്ലേയിങ് എബൌട്ട് വിത്ത് ദി ചൈൽഡ്, സംതിങ് ടു കീപ്പ് അപ്പ് ഹിസ് സ്പിരിറ്റ് യു നോ. അപ്പോൾ ടീച്ചർ പറയണത്, ഞങ്ങൾ പഠനം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം ഞങ്ങൾ കളിക്കുക എന്ന് വിചാരിച്ചു, അതുകൊണ്ട് അവൻ്റെ എനർജിയൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുക എന്ന് വിചാരിച്ചു ഞങ്ങൾ കളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റോറി ഇതോടെ എൻഡ് ചെയ്തു. ഇതാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള സ്റ്റോറി. കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.